നജസ് ആൻഡ് യുവർ സ്റ്റോറി എന്നാണ് ഫിലിമിന്റെ പേര്. നജസ് എന്ന് വെച്ചാ എന്താന്നറിയോ നിങ്ങക്ക്? ഒരു നായികയായി ഒരു സിനിമ, അതും നമ്മുടെ മലയാളത്തിൽ. കുവി നായികയായ നജസ് മറ്റന്നാൾ തിയേറ്ററുകളിലെത്തും. നിങ്ങൾ തരം താത്തി കാണുന്നത്. നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, കുട്ടിയേക്ക് ഇഷ്ടാന്ന് നടക്കട്ടെ. ആരാണ് കുവി? ആരിലും കൗതുകം ജനിപ്പിക്കും തീർച്ച. കുവി മറ്റാരുമല്ല, പെട്ടിമുടി ദുരന്തത്തിലൂടെ ശ്രദ്ധേയയായ നജസാണ്. നജസ് എന്ന് വെച്ചാ എന്താന്നറിയോ നിങ്ങക്ക്? നജസിനെ പറ്റി 3 തരം കാര്യങ്ങളാ പറയുന്നത്. കിതാബില് പറയുന്നത് എന്താന്നറിയോ നിങ്ങക്ക്? കുവി പ്രധാന കഥാപാത്രമായ നജസിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് ശ്രീജിത്ത് പൊയിൽക്കാവാണ്. നജസിലെ നായകനായ കൈലാഷിനോടൊപ്പം നിൽക്കുന്ന താരമായാണ് കുവി ചിത്രത്തിലെത്തുന്നത്. ട്രെയിനർ അജിത്താണ് നായക്ക് പരിശീലനം നൽകിയത്. ഏകദേശം 4 മാസത്തെ പരിശീലനത്തിനൊടുവിലാണ് കുവി അഭിനയ രംഗത്തെത്തിയത്. ചിത്രത്തിലെ ഡബ്ബ് ചെയ്യേണ്ട ഭാഗങ്ങളെല്ലാം കുവി സ്വന്തമായി തന്നെ ചെയ്തു. കുവി തന്നെ സൃഷ്ടിക്കുന്ന ചെറിയ ശബ്ദങ്ങൾ വരെയും ഒറ്റക്കാണ് ചെയ്തത്. അഭിനയമായാലും ഡബ്ബിംഗ് ആയാലും കുവി ഒറ്റ ടേക്കിൽ ഓക്കെയാണ്. കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നുന്നുണ്ടാവും. ഏതായാലും മറ്റന്നാൾ തിയേറ്ററുകളിൽ എത്തുകയല്ലേ, ഒന്ന് കണ്ടു നോക്കൂ. നായി എന്ത് നല്ല മൃഗാവസ്ഥ. അതിന് വലിയ അച്ഛമാന സ്നേഹ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ.
ശരി പറയ്, എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.